ക്യൂബോട്ട് എന്ന ബ്രാൻഡിൻ്റെ ക്യൂബോട്ട് P80 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ക്യൂബോട്ട് P80 എന്ന സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ 6.583 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ വരുന്നത്. 10,000 രൂപയ്ക്ക് താഴെ വരുന്ന ഫോണാണ്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഫുൾ HD റെസൊല്യൂഷനൊക്കെ വരുന്നുണ്ട്. LCD പാനലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ചാണ് കൊടുത്തിരിക്കുന്നത്. 9,500 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ പഞ്ചുവൽ ഡിസൈൻ ഇല്ലാത്തത് വലിയൊരു പ്രശ്നമായിട്ട് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ കൂടിയ റീഫ്രഷ് റേറ്റും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല. 60 ഹെർട്സിൻ്റെ റീഫ്രഷ് റേറ്റേ വരുന്നുള്ളൂ. പക്ഷേ 9,500 രൂപ പ്രൈസ് റേഞ്ചിൽ അത് വലിയൊരു പ്രശ്നമായിട്ട് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. ഫുൾ HD റെസൊല്യൂഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഇതിൽ വരുന്നുണ്ട്. ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് 217 ഗ്രാമാണ്. അതുപോലെ തന്നെ തിക്നെസ് വരുന്നത് 9.75 mm ആണ്. ആൻഡ്രോയിഡ് 13 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. 48 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസർ കൊടുത്തിട്ടുണ്ട്. 2 മെഗാ പിക്സൽ മാക്രോ ലെൻസും അതുപോലെ തന്നെ 0.3 മെഗാ പിക്സൽ ഫോട്ടോ സെൻസിറ്റീവ് ലെൻസും ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ 24 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 5200 mAh ബാറ്ററിയൊക്കെ വരുന്നുണ്ട്. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടില്ല. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യാത്തത് ഒരു പ്രശ്നമായിട്ടൊന്നും പറയാൻ പറ്റില്ല. Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ വരുന്നുണ്ട്. പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ mediatekൻ്റെ MT8788 എന്ന പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. അത് mediatek P60 എന്നുള്ള പ്രോസസ്സറാണ്. കുറച്ച് പഴയ പ്രോസസ്സറാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് ബെസ്റ്റ് എന്നൊന്നും പറയാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സറല്ല. ജസ്റ്റ് ആവറേജ് ആയിട്ടുള്ള ഒരു പ്രോസസ്സർ മാത്രമാണ് ഈ ഒരു പ്രോസസ്സർ. പക്ഷേ ഈ ഒരു ഫോണിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ ഇതിൽ 512 GB ഇൻറ്റേർണൽ വരുന്നുണ്ട്. സാധാരണ ഈ ഒരു പ്രൈസ് റേഞ്ചിലേക്ക് 64 GB ഇൻറ്റേർണലാണ് വരാറ്. ആ ഒരു ടൈമിലാണ് 512 GB ഇൻറ്റേർണലൊക്കെ വരുന്നത്. അതുകൂടാതെ 8 GB റാമും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ എക്സ്റ്റെൻഡഡ് റാം എന്നുള്ള ഫീച്ചറും വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യും. അങ്ങനെ 8 GB റാം കൂടി എക്സ്ട്രാ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ടോട്ടലായിട്ട് 16 GB റാമൊക്കെ ഇതിൽ വരുന്നുണ്ട്. 5G സപ്പോർട്ടൊന്നുമില്ല. മാക്സിമം 4G സപ്പോർട്ടാണ് വരുന്നത്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ്സിലോട്ട് വരുന്നുണ്ട്. NFC എന്നുള്ള ഫീച്ചറൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പം ഗ്ലോബൽ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഓഫറൊക്കെ കഴിഞ്ഞിട്ട് $1,113.99 എന്ന പ്രൈസിങ്ങിലാണ്. അതായത് 9,500 രൂപ പ്രൈസ് റേഞ്ചിൽ. AliExpressലൊക്കെയാണ് ഈ ഫോൺ ഇപ്പോൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓഫറൊന്നും ഇല്ലാതെ ഇന്ത്യൻ പ്രൈസിംഗ് ആയിട്ട് അതിൽ കാണിക്കുന്നത് 11,200 രൂപ എന്ന പ്രൈസിങ്ങിലാണ്. ആ ഒരു പ്രൈസിങ്ങിലാണെന്നുണ്ടെങ്കിലും നമുക്ക് 512 GB ഇൻറ്റേർണലും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ തരക്കേടില്ലാത്ത ഒരു ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷനും അതുപോലെ തന്നെ ഡിസ്പ്ലേ ഫീച്ചേഴ്സും ബാറ്ററി സെറ്റപ്പൊക്കെ വരുന്നുണ്ട്. പ്രോസസ്സർ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്ര മികച്ചതല്ല എന്നേ ഉള്ളൂ. എന്നാലും 512 GB ഇൻറ്റേർണലും 8 GB റാമും ഒക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫോണാണ്. അത്യാവശ്യം കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ 512 GB ഇൻറ്റേർണലും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. എന്തായാലും ക്യൂബോട്ട് P80 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.